പോര് കടുക്കുമോ എന്നാണ് ചോദ്യം. സുജയ, ഇക്കുറി തദ്ദേശപ്പോര് കടുക്കുമോ? തദ്ദേശപ്പോര് കടുക്കുമെന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വിമതരെ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ കൂടുതൽ പോരാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു. പലരും തുറന്നടിച്ച് രംഗത്ത് വരുന്നു. പലരെയും അനുനയിപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൽ മറ്റ് മുന്നണികൾക്കെതിരെ, പാർട്ടികൾക്കെതിരെയൊക്കെ ആഞ്ഞടിച്ചിരുന്ന യുവ തുർക്കികളടക്കം ഇത്തവണ പരസ്യമായി തന്നെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ കുറേയൊക്കെ നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് തുറന്നു പറയുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയ വേളയിൽ നമ്മൾ കൂടുതലായി കണ്ടു. 2020 അപേക്ഷിച്ച് അത് കുറച്ച് കൂടുതലായിരുന്നു. ആ പൊട്ടിത്തെറികളൊക്കെ ഒരു ഭാഗത്ത് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ അടിയൊഴുക്ക് എന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് ഈ ഉറച്ചു നിൽക്കുന്ന വോട്ടുകളൊക്കെ അപ്പുറത്തേക്ക് മറിച്ചിടാൻ സാധിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അത് എത്രത്തോളം ഇത്തവണ നടക്കും എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം വിമതരായി സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുന്നവർ മാത്രമല്ല, സൈലന്റ് ആയിരുന്നിട്ടുള്ള അങ്ങനെയുള്ള സൈലന്റ് കില്ലേഴ്സ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ 6 കോർപ്പറേഷനുകളിൽ 3 ഇടങ്ങളിലെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട്. അതായത് അവിടെ വിജയം പ്രതീക്ഷിക്കുന്ന മുന്നണിക്ക് അതേ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ അതേ മുന്നണിയിൽ നിന്ന് തന്നെ തിരിച്ച് പണി കിട്ടാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കെ മുരളീധരനൊക്കെ കടുപ്പിച്ച് തന്നെ പറഞ്ഞത്. കാരണം കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 കയ്യിലുള്ള സീറ്റ്. അതിൽ നിന്ന് 51 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 സീറ്റാണ് കൂടുതലായി പിടിക്കേണ്ടത്. ഈ 10 നിലനിർത്തിക്കൊണ്ട് 41 കൂടി പിടിച്ചാൽ മാത്രമേ കോർപ്പറേഷന്റെ ഭരണം ശബരിനാഥനെ മേയറാക്കിക്കൊണ്ട് നേടിയെടുക്കാൻ UDF കഴിയുകയുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം സാധ്യമാണ് എന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചോദ്യം ആരുടെയും മനസ്സിലുണ്ടാകും. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ, UDFന്റെ തിരുവനന്തപുരത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഇവിടെ ക്യാമ്പയിൻ ശരിക്കും നടക്കുന്ന ദിവസങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഇനിയുള്ള ദിവസങ്ങളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഡിസംബർ 9-നും 11-നുമായാണ്. അത് ഡിസംബർ 9-നാണ് തെക്കൻ കേരളത്തിലെ എറണാകുളം വരെയുള്ള ഇടങ്ങളിലെ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്യാമ്പയിൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു വാശിയിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാരണം സാധാരണഗതിയിൽ പ്രാദേശിക വിഷയങ്ങളൊക്കെ പറഞ്ഞ് സ്ഥാനാർത്ഥിയുടെ ജനകീയത അങ്ങനെയൊക്കെ പറഞ്ഞുള്ളതാണെങ്കിൽ അല്ലാതെ മറ്റ് വിഷയങ്ങളും കൂടി കൊണ്ടുവരാനായി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും UDFന്റെ പ്രകടന പത്രിക നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാൻ കേരളയായിട്ടുള്ള വിഷയങ്ങൾ അതെല്ലാ പ്രകടന പത്രികയോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളോ ഒക്കെ മുന്നണികൾ ഇറക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ വളരെ ഫോക്കസ്ഡായി ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ എങ്ങനെയും എന്ത് വില കൊടുത്തും ഇത്തവണ ജയിച്ചേ തീരൂ എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് UDF ആണ്. അതുകൊണ്ട് ഈ പോരാട്ടം ഏറ്റവും കൂടുതൽ കടുപ്പമാകാൻ പോകുന്നതും UDFനാണ്. ഇത്തവണ ഇല്ലെങ്കിൽ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയുടെ, അതായത് കോൺഗ്രസിന്റെയും ഒപ്പം മറ്റ് സഖ്യകക്ഷികളുടെയും ഒക്കെ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതുവരെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അത് എത്രത്തോളം താഴെത്തട്ടിൽ വിലപ്പോയിട്ടുണ്ട് അതുകൂടി അറിയണം. കാരണം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ നേതൃത്വം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. ഇവിടെ നോക്കൂ, 23,576 വാർഡുകളാണ് കോർപ്പറേഷനുകൾ അടക്കം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 1199 തദ്ദേശ സ്ഥാപനങ്ങൾ ചേർത്ത് വെച്ച് നോക്കണം. അപ്പോൾ 23,576 വാർഡുകളിലും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് എന്നതിനപ്പുറം എല്ലാ ഇടങ്ങളിലും ഒരേ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇതുവരെയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ജയിക്കുമെന്ന് കരുതി, ജയം ഉറപ്പാണെന്ന് കരുതി, കഴിഞ്ഞ 3 ടേമായി ഞങ്ങൾ ജയിക്കുന്ന വാർഡാണ് എന്ന് കരുതിയൊക്കെ ഒരു മെല്ലെപ്പോക്ക് സ്വീകരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ചും എറണാകുളം കോർപ്പറേഷനിലും എറണാകുളത്തെ പഞ്ചായത്തുകളിലും അടക്കം അങ്ങനെയുള്ള ഒരു മന്ദത ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇവിടെ ഉറപ്പാണ്, നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ ബന്ധുക്കളാണ് എന്നൊക്കെ കരുതിയിരിക്കും. പക്ഷേ കുടുംബങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവരും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ പുതിയ വോട്ടർമാരെ അടക്കം കൊണ്ടുവരാൻ എങ്ങനെയാണ് അവരെ പിടിച്ചു നിർത്താൻ സാധിക്കുക, അത് മുന്നണികൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ തുടങ്ങിയാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നോക്കൂ, അവിടെ ഈ 51 സീറ്റിലേക്ക് എത്താൻ കഴിഞ്ഞ തവണത്തേതുപോലെ 34 അല്ലെങ്കിൽ 35 51 അങ്ങനെയുള്ളൊരു ഡിഫറൻസ് ആയിരിക്കില്ല ഇത്തവണ ഉണ്ടാവുക. അവിടെ ആര് ഭരിച്ചാലും വലിയ ഗ്യാപ്പ് ഉണ്ടാകില്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഈ 6 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലും എങ്ങനെയായിരിക്കും ആ ഒരു വ്യത്യാസം വരിക എന്നുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ കൊച്ചിയിലാണ് നെക്ക് ടു നെക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യം കണ്ടത്. അതുപോലെ തൃശ്ശൂരിലുമാണ്. ഇത്തവണ തിരുവനന്തപുരം കൂടി അതിലേക്ക് വരുമോ എന്നുള്ളതും ഉറ്റുനോക്കേണ്ട കാര്യമാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ പെർഫോമൻസ് ഡിസിസീവായി മാറുക. ഇവിടെ തിരുവനന്തപുരത്ത് വാഴോട്ടുകോണം, ഉള്ളൂർ, കാച്ചാണി, ചെമ്പഴന്തി, വിഴിഞ്ഞം ഈ 5 ഇടങ്ങളിലും LDFന് വിമതരുടെ ഭാഗത്തു നിന്ന് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടങ്ങളിലൊക്കെ മത്സരിക്കുന്ന ആളുകൾ സ്ഥാനാർത്ഥികളെക്കാൾ പരിചിതരായ ആളുകളാണ്. പ്രാദേശിക നേതാക്കളാണ്. അവർക്ക് സ്ഥാനാർത്ഥികളെക്കാൾ അവിടെ ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ട് എന്നതാണ് അവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. അത് മറികടക്കാൻ എത്രത്തോളം പാർട്ടിക്ക് കഴിയും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ അവർ മത്സരിച്ചു കഴിഞ്ഞാൽ അവർ വലിയ രീതിയിൽ വോട്ട് കട്ട് ചെയ്യും, വിജയസാധ്യത ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പോയി കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഇന്ന് 3 മണി വരെ അനുനയ നീക്കം നടന്ന സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ 5 ഇടങ്ങൾ, വാഴോട്ടുകോണം മുതൽ വിഴിഞ്ഞം വരെ. ഇവിടെ വിഴിഞ്ഞത്ത് LDFന് മാത്രമല്ല UDFനും വിമത ശല്യമുണ്ട്. വിഴിഞ്ഞത്ത്
യു ഡി എഫിനും വിമതശല്യമുണ്ട്. പൗണ്ട് കടവിൽ ലീഗാണ് വിമതനായി നിർത്തിയിരിക്കുന്നത്. പുഞ്ചക്കരിയിൽ RSP ആണ് നിർത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് 5 സീറ്റിൽ വിമതരെ നിർത്തിയിട്ടുണ്ട്. അതായത് അവർ പ്രത്യേകമായി മത്സരിക്കുകയാണ്. അപ്പോൾ ഒരു മുന്നണിക്ക് തന്നെ പല സ്ഥാനാർത്ഥികൾ. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ആർക്കാണ് എന്നാണ് ചോദ്യം. അപ്പോൾ UDFിൻ്റെയും LDFിൻ്റെയും ഈ വിമതർ കൂടുതലുള്ള അല്ലെങ്കിൽ വിമതശല്യം അത് അവരുടെ സാധ്യത കളയും എന്നുള്ള ഉറപ്പുള്ള ഇടങ്ങളിൽ അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ NDAക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ആ രീതിയിലാണ് അവിടെ പ്രവർത്തനം നടക്കുന്നതെങ്കിൽ ഇവിടെ ഉയരുന്ന ആരോപണങ്ങൾ കൂടി നോക്കൂ. ഉള്ളൂർ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒരു എക്സാമ്പിളായി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉള്ളൂർ ഡിവിഷനിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA മുൻ മന്ത്രി അദ്ദേഹം ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളിലുമൊക്കെ അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ വന്നു തുടങ്ങുകയാണ്. അദ്ദേഹത്തിനെതിരെ ഇതുവരെ തെളിവുകളോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള പറയുന്ന പേര് അത് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഉള്ളൂരിൽ, അതായത് അദ്ദേഹത്തിന്റെ കഴക്കൂട്ട നിയോജക മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമാണല്ലോ ഉള്ളൂർ. അപ്പോൾ ഉള്ളൂർ ഡിവിഷനിൽ ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് വന്നിട്ടാണ് K. ശ്രീകണ്ഠൻ വന്നിട്ടാണ് കടകംപള്ളിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അതുപോലെ തൊട്ടപ്പുറത്ത് ചെമ്പഴന്തിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി അശോകൻ വന്നിട്ടാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ പറയുന്നത്. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാണ്. മാത്രമല്ല മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഇപ്പോഴൊക്കെയാണോ കിടന്നടിക്കേണ്ടത്? SP ദീപക്കിന് വേണ്ടിയും മറ്റും വാദിക്കേണ്ടത് ഇപ്പോഴാണോ? അതാ പറഞ്ഞ. അപ്പോൾ ഒരു ഭാഗത്ത് ശിവജിയുടെ പേര് പറയുന്നു, ഒരു ഭാഗത്ത് പറയുന്നു. അപ്പോൾ V. ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും 2 പേരും വന്ന് പരസ്യമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ തമ്മിലടിച്ച് കയ്യിലുള്ള ഒരു കോർപ്പറേഷൻ കൊണ്ട് കളയുമോ എന്നുള്ളത് ന്യായമായും ആരും ചോദിച്ചു പോകുന്നതാണ്. അപ്പോൾ വലിയ പോരാട്ടം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെയാണ് നേരത്തെ ജിമ്മി ജെയിംസ് പറഞ്ഞതുപോലെ അതിൽ പരിഹാസം നമ്മൾ കാണേണ്ടതില്ല. കാരണം നരേന്ദ്രമോദിയെ കൊണ്ടുവരുമെന്ന് പറയുന്നത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്. അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസിനെ മറികടന്ന് UDFിനെ മറികടന്നുകൊണ്ട് പ്രധാന പ്രതിപക്ഷമായി അങ്ങനെയാണെങ്കിൽ താങ്ക് യു. അപ്പോൾ പ്രധാന പ്രതിപക്ഷമായി മാറാൻ കഴിഞ്ഞ അല്ല, ഞാൻ പരിഹാസമാണെന്ന് കരുതി, സ്വാഭാവികമായും സ്ഥിരമായി ഉണ്ടാകുന്ന അതായതുകൊണ്ട് അപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ ഈ കോർപ്പറേഷനിൽ ഞാൻ പറഞ്ഞു വന്നത് UDFിനേക്കാൾ സാധ്യത പ്രതിപക്ഷമായി ഇപ്പോൾ ഇരിക്കുന്ന NDAക്ക് ഉണ്ട് എന്നുള്ളത് ഒരു നോൺ ഫാക്റ്റാണ്. അതുകൊണ്ടായിരിക്കും, ആ കോൺഫിഡൻസിൽ നിന്നായിരിക്കും 45 ദിവസത്തിനകം നരേന്ദ്രമോദി വരുമ്പോൾ സ്വീകരിക്കാൻ NDAയുടെ മേയർ ഉണ്ടാകും തിരുവനന്തപുരത്ത്. അതൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ അത്രയും സ്ട്രോങ് ആയി എല്ലായിടങ്ങളിലേക്കും 101 ഡിവിഷനുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാർ ചേർന്നിട്ട് തീരുമാനിക്കും. അത് ഒരാളെ മുന്നോട്ട് വെച്ചിട്ടല്ല മത്സരം. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. അത് LDF അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് V. ശിവൻകുട്ടി പറഞ്ഞത് ആദ്യം നമ്മൾ ജയിക്കട്ടെ എന്ന്. അല്ല, ഇന്ന് V. ശിവൻകുട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, V. ശിവൻകുട്ടിയുടെ ബൈറ്റ് ഉണ്ട് കേട്ടോ. അത് ഡോക്ടർ അരുൺ ഓർമ്മിപ്പിച്ചത് മന്ത്രി V. ശിവൻകുട്ടി CPM-ലെ വേറെ ഏതെങ്കിലും ഒരു നേതാവ് ഇതാ ഈ നിൽക്കുന്ന ദീപക്കാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? CPIM-ന്റെ നേതാക്കൾ പറയുന്നത് മാത്രമാണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഫീൽഡിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സ് പറയുന്ന കാര്യമാണ്. താങ്കളുടെ കീഴിൽ ജോലി ചെയ്യുന്ന റിപ്പോർട്ടേഴ്സിനെ അവിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ CPIM-ന്റെ കാര്യത്തിൽ മാത്രമേ അങ്ങനെയാണെങ്കിൽ VV രാജേഷ്, ശ്രീലേഖ എന്നൊക്കെ ഇതേ ആളുകൾ തന്നെ പറഞ്ഞല്ലോ. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞ ഇത്രയ്ക്ക് പൊള്ളുന്ന എന്തിനാ? ശിവൻകുട്ടിയുടെ സൗണ്ട് ബൈറ്റ് ഉണ്ട്. V. ശിവൻകുട്ടി പറഞ്ഞ സൗണ്ട് ബൈറ്റ് താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശിവൻകുട്ടിയെ പോലെയല്ലല്ലോ. V. ശിവൻകുട്ടി പറയുന്നത് അദ്ദേഹത്തിന് ആ ജില്ലയിൽ ആ കോർപ്പറേഷനിൽ അദ്ദേഹം പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ആദ്യം നിങ്ങൾ ജയിക്കൂ, ആദ്യം ഈ കോർപ്പറേഷൻ ഒന്ന് നിലനിർത്തൂ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാനാണ്. അത്രയും മതി. അത്രയ്ക്ക് കോൺഫിഡൻസ് വേണ്ട. കടകംപള്ളി സുരേന്ദ്രൻ വന്ന് ബൈറ്റ് തരാൻ പോലെ SP ദീപക്കാണ് എന്റെ നോമിനി എന്ന്. എന്തായാലും 2 പ്രമുഖ മാധ്യമങ്ങൾ തിരുവനന്തപുരത്തെ നിയുക്ത മേയർമാരെ വിളിച്ചിരുത്തിയുള്ള ചർച്ചയിൽ BJP-യിൽ നിന്നും CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്ന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതെ, ഒന്ന് ശ്രീലേഖയാണ് പോയത്, SP ദീപക്കാണ്, മറ്റേത് ശബരിനാഥനാണ്. പ്രശ്നം VV രാജേഷാണോ? എന്റെ ചോദ്യം VV രാജേഷാണോ? പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 101 ഇടങ്ങളിലും മത്സരിക്കുന്ന എല്ലാവരും ഒരേപോലെ യോഗ്യരാകുമ്പോഴേക്കും അങ്ങനെ പല പേരുകളും വരുമെന്നേ. ഇപ്പോൾ ശിവൻകുട്ടി എത്ര പറഞ്ഞുള്ളൂ? ശരി, ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ SP ദീപക്കാണോ? അത് പിന്നീട് ചർച്ച ചെയ്യാവുന്നേ. ആദ്യം ജയിക്കട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ ആരാണ് കോർപ്പറേഷൻ പിടിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം. 13-ാം തീയതി വോട്ട് എണ്ണുമല്ലോ, അതുവരല്ലേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ K. ശ്രീകണ്ഠനും ആനി അശോകനും പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് തങ്ങൾ വിമതരായി വന്ന് നിൽക്കുന്നതെന്ന്. അങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് ശ്രീലേഖയ്ക്കെതിരെ എന്തായാലും BJP-യിൽ നിന്ന് വിമതരൊന്നും നിൽക്കുന്നില്ല. VV രാജേഷിനെതിരെ BJP-യിൽ നിന്ന് വിമതർ നിൽക്കുന്നില്ല. വിമതർ നിൽക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPIM ആണ്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറഞ്ഞുകൊണ്ട് 2 വിമതർ നിൽക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് K. ശ്രീകണ്ഠൻ, ചെമ്പഴന്തിയിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനി അശോകൻ. അതുപോലെ തന്നെയാണ് UDFിന് കോർപ്പറേഷനിൽ പൗണ്ട് കടവും പുഞ്ചക്കരിയും കഴക്കൂട്ടവും വിഴിഞ്ഞവും വെല്ലുവിളിയായി നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 10-ൽ നിന്ന് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ജയിച്ചേ പറ്റൂ. അത് സാധിക്കുമോ എന്നുള്ള
എന്നുള്ളത് കണ്ടറിയാം. ഇനി കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷനിൽ UDF 9 വിമതരാണ്. ആ വിമതരിൽ ഒരാളെന്ന് പറയുന്നത് മുൻ ഡെപ്യൂട്ടി മേയർ KR പ്രേംകുമാറാണ്. അപ്പോൾ പ്രേംകുമാറിനെ പോലും കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രേംകുമാറിന്റെ പത്രിക പോലും പിൻവലിപ്പിക്കാൻ കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിലും അതെ, തൃശ്ശൂരിൽ UDF 3 വിമതർ നിൽക്കുന്നുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് 3 വിമതർ UDF നിൽക്കുകയാണ്. അവരുടെ 3 പേരുടെയും പത്രിക പിൻവലിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. LDF നുമുണ്ട്, BJP-ക്കുമുണ്ട് ഓരോ വിമതർ വീതം. അതാണ് തൃശ്ശൂരിലും അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ എന്താണ് MK വർഗീസ് ചെയ്തത്, അദ്ദേഹം ഇത്തവണ എന്താണ് പറഞ്ഞതെന്നൊക്കെയുള്ളത് ഡോക്ടർ അരുൺ തന്നെ അദ്ദേഹത്തിന്റെ ഘട്ടത്തിൽ വിശദീകരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലായിടങ്ങളിലും ഈ വിമതർ ഒരു ഫാക്ടറായി മാറുകയാണ്. 2020 അപേക്ഷിച്ച് ഇത്തവണ വിമതർ ജയിക്കേണ്ട അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുള്ള മുന്നണികളുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് പരിഹരിക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വയനാട്ടിൽ മാത്രമാണ് കോൺഗ്രസിന് ജഷീറിനെ ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വരെ, അതായത് ആലോചിക്കണം, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കുന്നതിന് പ്രതിപക്ഷ നേതാവിന് വരെ വന്ന് ചർച്ച നടത്തേണ്ടി വരികയാണ്. ജഷീർ പള്ളിവേൽ ഇന്ന് 2 മണിയോടുകൂടി ഈ പത്രിക പിൻവലിച്ച് മാധ്യമങ്ങളെ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിന് വരെ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെയാണ് വയനാട്ടിൽ ജഷീർ ഈ പത്രിക പിൻവലിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കണ്ണൂരിൽ 14 ഇടങ്ങളിൽ CPIM-ന് എതിരില്ലാത്ത വിജയമാണ്. അപ്പോൾ ആ എതിരില്ലാത്ത വിജയം എന്ന് പറയുന്നത് ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ ഏത് രീതിയിൽ വരുമെന്നുള്ളത് എനിക്കറിയില്ല. ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു എന്നൊക്കെ K. സുധാകരൻ MP പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൂരിൽ K. സുധാകരൻ MP പറഞ്ഞതാണ് സത്യമെന്നുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല. കാരണം അങ്ങനെ ഭീഷണിപ്പെടുത്തിയൊന്നും അല്ലല്ലോ സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കേണ്ടത്. ഇനി പത്രിക പൂരിപ്പിച്ചത് ശരിയായില്ല, ഒപ്പിട്ടത് ശരിയായില്ല, ഒരു സ്ഥാനാർത്ഥി തന്നെ നമ്മുടെ മുന്നിൽ വന്ന് സൗണ്ട് ബൈറ്റായിട്ട് പറയുകയാണ് അവിടെ വെച്ച് തന്നെ വരണാധികാരിക്ക്, അതായത് ആരാണോ ഈ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് അവർക്ക് വരെ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, ഉദ്യോഗസ്ഥരെ വരെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊക്കെ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി അവർ മുന്നോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഇപ്പോൾ കണ്ണൂരിൽ ആന്തൂർ നഗരസഭയിൽ 5, കണ്ണപുരം പഞ്ചായത്തിൽ 6, മലപ്പട്ടം പഞ്ചായത്തിൽ 3. UDF-നാണെങ്കിൽ അങ്ങനെ നോക്കി ഇരുന്ന് 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ടൊരു പ്രതിനിധിയെ കിട്ടിയത് മലപ്പട്ടത്ത് കഴിഞ്ഞ തവണയാണ്, 2020-ലാണ്. അവിടെ ഇപ്പോൾ 3 സീറ്റിൽ എതിരില്ലാതെ CPIM വിജയിച്ചിരിക്കുകയാണ്. എതിരില്ലാതെ വിജയിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ എതിർ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിവില്ലേ എന്നുള്ളത് മറ്റു മുന്നണികൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു മത്സരം നടക്കണം. മത്സരം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് 23,576 വാർഡിലും മത്സരത്തിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി അധികാരത്തിൽ വരണമെന്നാണ്. എന്തായാലും കണ്ണൂരിൽ 14 എതിരില്ലാത്ത ജയം എന്നുള്ളൊരു വാർത്ത കണ്ടതുകൊണ്ട് ഞാനതൊന്ന് പരാമർശിച്ചു പോയി എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആകെയുള്ള കോർപ്പറേഷൻ, ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചല്ലോ കണ്ണൂർ കോർപ്പറേഷനെ കുറിച്ച്. കണ്ണൂർ കോർപ്പറേഷൻ UDF-നെ നിലനിർത്താനാകുമോ എന്നുള്ളൊരു ചോദ്യം ഇത്തവണ അത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. കാരണം ഒരു സീറ്റ് ഒഴികെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എല്ലായിടത്തും BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരിട്ടുള്ള ഫൈറ്റ് എന്നതിനപ്പുറം അവിടെ BJP പിടിക്കുന്ന വോട്ടുകൾ, BJP എത്ര സീറ്റ് പിടിക്കും എന്നതിനപ്പുറം BJP പിടിക്കുന്ന വോട്ടുകൾ അത് ആരുടെ സാധ്യതകളെ ബാധിക്കും എന്നുള്ളത് കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ ഡിസിസീവാണ്. 56 ഡിവിഷനുകളിൽ 55 ഇടങ്ങളിലും ആ രീതിയിലുള്ള വോട്ട് എങ്ങനെയാണ് പോവുക എന്നുള്ളത് BJP ജയിക്കുന്നതിന് ഒപ്പം തന്നെ BJP പിടിക്കുന്ന വോട്ടുകൾ അത് സാധ്യതകൾ UDF-നെ ഇല്ലാതാക്കുമോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ കണ്ണൂർ കോർപ്പറേഷനിൽ തന്നെ 1-2 ഡിവിഷനുകൾ കൂടി ഞാൻ പറയാം. അവിടെ 3 സ്ഥലത്ത് UDF-ന്റെ കോർപ്പറേഷനാണ്. അവിടെ 3 സ്ഥലത്ത് UDF-ന് വിമതരുണ്ട്. പയ്യാമ്പലത്ത് KM ബിന്ദു, ആദിക്കടലായിൽ V മുഹമ്മദ് അലി, വാരത്ത് റയീസ് അസ്ഹരി. ഇതിൽ വാരം സീറ്റ്, നമ്മൾ ഈ സീറ്റ് വിഭജനം അല്ലെങ്കിൽ സീറ്റ് ധാരണ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം. ഒരു മുന്നണിയിൽ കോൺഗ്രസിൽ നിന്ന് സീറ്റ് പിടിച്ചു വാങ്ങുന്നത് നല്ലതാണ്. ലീഗ് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റാണെങ്കിൽ പിടിച്ചു വാങ്ങുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അവിടെ ജയിക്കണം. ഇവിടെ സംഭവിച്ചു നോക്കൂ, വാരം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ആ ഡിവിഷൻ പിടിച്ചു വാങ്ങി. എന്നിട്ട് അവിടെ അവിടെ വിമതനായിട്ട് വന്നിരിക്കുന്നത് ലീഗിൽ നിന്ന് തന്നെ മറ്റൊരാളാണ്. അപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥി ലീഗ് വിമതൻ. അപ്പോൾ വാരം ഏകദേശം തീരുമാനമായി എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ റയീസ് അസ്ഹരി അവിടെ വിമതനായിട്ട് വന്ന് മത്സരിക്കുകയാണ്. അതോടൊപ്പം തന്നെ PK രാഗേഷിന്റെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി അതും കണ്ണൂർ കോർപ്പറേഷനിൽ 12 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാകും ഈ പോരാട്ടം എന്നുള്ളതിന്റെ എൻ്റെ ഉത്തരം, ഈ പോരാട്ടം കടുക്കും. അതിൽ വിമതർ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ BJP എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. പക്ഷേ നിർത്തിയ ഇടങ്ങളിൽ നിന്ന് 25% എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുമോ? കോർപ്പറേഷൻ ഭരണം അത് തൃശ്ശൂരായാലും തിരുവനന്തപുരമായാലും അവർക്ക് നേടാൻ കഴിയുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കൗൺസിലർ ഈ തിരുമല അനിലിൻ്റെയൊക്കെ മരണം ഒരു വലിയ രീതിയിൽ തിരിച്ചടിയാവുമോ സുജയ BJP-ക്ക്? പെരിങ്ങമല സഹകരണ സംഘത്തിൽ നിന്നല്ലേ 43 ലക്ഷം രൂപ? 2 ആത്മഹത്യ, 3 സഹകരണ ബാങ്കുകളിലെ തകർച്ച, അതൊരു വിഷയമാണ്. ഇന്നിപ്പോ MS കുമാറിനെ കാണാൻ വേണ്ടി ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് പോയി. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ അടുത്ത് പറഞ്ഞു എല്ലാ വീട്ടിലും പോകുന്നുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ ആ MS കുമാറിന്റെ വീട്ടിൽ പോയതിനു ശേഷം ജില്ലാ കമ്മിറ്റിയിലേ പോയിട്ടുള്ളൂ. അനുനയ നീക്കമൊക്കെ പൊളിയോ? എന്താണ് അവസ്ഥ അവിടെ? ഈ തിരുമല അനിലിന്റെ മരണമൊക്കെ വലിയ ചർച്ചയാവോ കോർപ്പറേഷനിൽ?
എല്ലാ വിഷയങ്ങളും ചർച്ചയാകണമല്ലോ. അത് മാത്രമല്ല അല്ല മറ്റിടങ്ങളിലും ചർച്ചയാകണമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ വാമനപുരത്തല്ലേ മണ്ണ് മാഫിയയുടെ വാർത്ത നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ ഏരിയ കമ്മിറ്റി അംഗം മണ്ണ് മാഫിയയിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയ വിഷയമുണ്ട്. അപ്പോൾ അതിൽ ഏരിയ കമ്മിറ്റി അംഗം പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് 2 ലക്ഷം രൂപ എത്തിക്കണം മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ. ഞാനിത് പറഞ്ഞോട്ടെ, വായ്പ പോലെ അല്ലല്ലോ. 2 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ മണ്ണെടുക്കാൻ അയാൾ വായ്പ എടുത്തിട്ടുണ്ട്. അത് ഓക്കെ. ഓ ശരി. അപ്പോൾ കരുവന്നൂരിനെ കുറിച്ച് അങ്ങനെയെങ്കിലും ഒന്ന് മൊഴിഞ്ഞല്ലോ. ശരി, അങ്ങനെങ്കിലും ഒന്ന് മൊഴിഞ്ഞല്ലോ. കണ്ടില്ല. അവിടെ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും നോക്കുക. ഞാൻ പറഞ്ഞോട്ടെ, അപ്പോൾ ഈ പറയുന്ന ഏരിയ കമ്മിറ്റി അംഗം വാങ്ങിയ 2 ലക്ഷം രൂപയെ കുറിച്ച് അല്ലെങ്കിൽ ചോദിച്ച 2 ലക്ഷം രൂപയെ കുറിച്ച് മിണ്ടാട്ടമില്ല. മണ്ണെടുക്കുന്നതിന് മണ്ണ് മാഫിയ ആണല്ലോ അവിടെയും പറഞ്ഞത്. മണ്ണ് മാഫിയ ആരാണെന്നുള്ളത് തിരുവനന്തപുരംകാർക്ക് നന്നായിട്ട് അറിയാം. ആ മണ്ണ് മാഫിയ എക്സ്പോസ് ആയി നിൽക്കുകയാണ്. ഞാൻ പറയേണ്ടെന്ന് വെച്ചാണ് മണ്ണ് മാഫിയയെ കൊണ്ട് നടക്കുന്ന തിരുവനന്തപുരത്തെ CPI. ബിജോയ് മറുപടി പറയട്ടെ. ഏത് സ്ഥലങ്ങളിലും പക്ഷേ തിരുമല അനിലിന്റെ മരണത്തിന് ഉത്തരവാദി ആരാ? MS കുമാർ പുറത്തുവിടാൻ പോകുന്ന സംസ്ഥാന നേതാക്കളുടെ പട്ടികയിലുള്ളവരെ കുറിച്ച് ആർക്കാ പേടി? ഈ 43 ലക്ഷം രൂപ ഒരു BJPയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന് നോട്ടീസ് വരുന്ന സാഹചര്യം എന്താ? സുരേഷ് ഗോപിയുടെ പദയാത്ര വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ആ നോട്ടീസ്? തെറ്റാണോ? ആ നോട്ടീസ് ശരിയല്ലേ? 43 ലക്ഷം രൂപ ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയിൽ സുരേഷ് തിരിച്ചടയ്ക്കണം. സുരേഷ് ഈ തിരുമല അനിലിന്റെ പേരിൽ ആത്മഹത്യാക്കുറിപ്പിൽ പേരില്ലെന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം പാർട്ടി കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണല്ലോ. എന്നിട്ട് അതിനകത്ത് BJP എന്നുള്ളൊരു പേരെ ആത്മഹത്യ. പിന്നെ എന്തുകൊണ്ടാണ് തിരുമല ആത്മഹത്യ? എന്തിനാ? അല്ല BJP കാരണം അല്ലല്ല. BJP കാരണം സാമ്പത്തിക ബാധ്യതയാണ്. അത് BJP ഉണ്ടാക്കി കൊടുത്ത സാമ്പത്തിക ബാധ്യതയല്ല. BJP നേതാക്കൾ ഉണ്ടാക്കി കൊടുത്ത സാമ്പത്തിക ബാധ്യത BJP എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. MS കുമാർ വെളിപ്പെടുത്തട്ടെ. MS കുമാർ വെളിപ്പെടുത്തട്ടെ. ലെറ്റ് ഹിം. ഐ ചാലഞ്ച് MS കുമാർ വെളിപ്പെടുത്തട്ടെ. എന്ത് പറഞ്ഞു? ഫേസ്ബുക്കിലല്ലേ എന്ത് പറഞ്ഞു? ഈ പറയുന്ന അങ്ങനെ പലതും പറയാം. എന്നിട്ട് എന്താ ഇപ്പോ മിണ്ടാത്തെ? പല ടെലിബൈറ്റുണ്ടല്ലോ. എന്താ ഉള്ളത്? ഇതിനൊക്കെ BJP മറുപടി പറയേണ്ടി വരും. എന്തായാലും മണ്ണ് മാഫിയ വാങ്ങിക്കാൻ നോക്കിയാൽ മണ്ണ് മാഫിയയുടെ കാര്യത്തിൽ ശക്തമായി തന്നെ പറയുന്നു. ആ അയാളെ മാറ്റണമെന്നേ. മാറ്റാത്ത പാർട്ടി എന്ത് പാർട്ടിയാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, പഞ്ചായത്ത് പ്രസിഡന്റാണ്. ജില്ലാ ഏരിയ സെക്രട്ടറിയാണ് 2 ലക്ഷം രൂപ പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ ജിയോളജി കൊടുത്തിരിക്കുന്ന മണ്ണ് പാസ് അനുവദിക്കില്ല എന്നൊരു ഭീഷണി മുടക്കി. വിജയിപ്പിക്കരുത് എന്നാണ് എന്റെ നിലപാട്. അയാളെ വിജയിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് നേതൃത്വം നൽകുന്ന ആ BJPക്ക് എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിക്കാൻ കഴിയുക? എന്ത് ധാർമ്മികതയാണുള്ളത്? Meet the editors.